Hello everyone, welcome to Ellen's Academy. This is Bhavana, your business studies teacher. So ഇന്ന് നമ്മൾ നാലാമത്തെ ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. നാലാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബിസിനസ്, എന്താണ് കൊമേഴ്സ്? നമ്മുടെ ചാപ്റ്ററിനെ നമ്മൾ പഠിക്കുന്നത് തന്നെ കൊമേഴ്സ് വിദ്യാർത്ഥികളാണ് നമ്മൾ, അല്ലേ? എന്താണ് കൊമേഴ്സ്? നമ്മൾ കേട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ട്രേഡ്, ഇൻഡസ്ട്രി, ബിസിനസ്, എംപ്ലോയ്മെൻറ്റ്, പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ എന്താണെന്ന് നമുക്ക് കുറച്ചൊക്കെ അറിയെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്താണെന്ന് നമുക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. സോ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ബിസിനസ്, ബിസിനസ്സിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണ്, ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്താണ്, ബിസിനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഇൻഡസ്ട്രി എന്താണ്, ട്രേഡ് എന്താണ്, കൊമേഴ്സ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് ബിസിനസ് എന്നും അതിൻ്റെ ബാക്കി എല്ലാ കോൺസെപ്റ്റ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് എന്നാണ്. എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും ആയിട്ട്. അപ്പം എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി, എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി, നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഈ പാഠത്തിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് നിങ്ങൾ ആദ്യം നോക്കുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇത് വളരെ നമുക്ക് സിമ്പിളായിട്ട് ഒത്തിരി എക്സാമ്പിൾസ് വെച്ച് തന്നെ പഠിക്കാം. കാരണം എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക എന്ന് പറയാൻ കാരണം എക്സാമിന് നമുക്ക് അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. 1 or 3 അല്ലെങ്കിൽ ഒരു 4 എക്സാമ്പിൾസ് തരും. ഇതിൽ ഏതാണ് എക്കണോമിക് ആക്ടിവിറ്റി, ഏതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് നിങ്ങളെടുത്ത് പറയും. അപ്പോൾ സോ നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചു പോകാവുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, വൊക്കേഷൻ. ഈ 4 കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. ബിസിനസ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്, പ്രൊഫഷൻ എന്താണെന്ന് കേട്ടിട്ടുണ്ട്, എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ അങ്ങനെ വൊക്കേഷൻ നമ്മൾ കേട്ട സംഭവമാണ്. ഒന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്താണ് ഈ 4 കാര്യങ്ങളെന്ന്. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അഥവാ ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്. നമുക്കറിയാം ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അതുകൂടാതെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അതാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡിയാണ് ഇവിടെ നടത്തുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഒത്തിരി ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്. കൊമേഴ്സ് ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ്, ഇൻഡസ്ട്രി ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ്, അതുപോലെ അതിൻ്റെ കുറച്ച് കാറ്റഗറീസ് ആയിട്ടുള്ള ട്രേഡ് അതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. ഇതെല്ലാമാണ് നമ്മൾ നാലാമതായിട്ടുള്ള ടോപ്പിക്കിൽ നോക്കുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ആകെ മൊത്തം 4 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. വാട്ട് ഈസ് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത്. സോ നമുക്ക് ആദ്യം ഹ്യൂമൻ ആക്ടിവിറ്റീനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആ രണ്ടായിട്ട് തിരിക്കുന്നതാണ് ഒന്ന് എക്കണോമിക്കും രണ്ടാമത്തേതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ഈ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണെങ്കിൽ ആ ആക്ടിവിറ്റിയെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഞാൻ ചെയ്യുന്നു, ആ ആക്ടിവിറ്റി ഞാൻ ചെയ്യുന്നത് എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ എന്നല്ല. അതിനൊക്കെ പുറമേയായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്ക് പണം കിട്ടുമല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. ഇതാണ് എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, നമ്മളൊരു ഷോപ്പ് കീപ്പർ സാധനങ്ങൾ വിൽക്കുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഒരു ബാർബർ ഷോപ്പിൽ ആ ഒരു വ്യക്തി മുടി വെട്ടി കൊടുക്കുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇപ്പം ഒരു ഹോട്ടൽ ഉടമ ഹോട്ടൽ നടത്തുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അദ്ദേഹം ഭക്ഷണം വിളമ്പുന്നുണ്ട്, അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്, പണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫാർമിങ്ങിലൂടെ അതായത് ഒരു കർഷകനൊരു പ്രോഫിറ്റ് കിട്ടുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്ത് രീതിയിലുള്ളൊരു ബിസിനസ്, ലീഗലായിട്ട് ഏതൊരു ബിസിനസ് നടത്തുന്നതും എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മൾ വേജസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്, വേജസ് എന്ന് പറഞ്ഞാൽ എന്താ, കൂലി. അപ്പോൾ ഇതിന് മുന്നൊരു കാര്യം പറയട്ടെ. വേജസ്, സാലറി, നമ്മൾ ഇനി പറയാൻ പോകുന്ന 2 ടേംസ് ആണിത്.
ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയോ? വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കില്ല. നമ്മളിപ്പം ദിവസക്കൂലിക്ക് പണി ചെയ്യുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കിട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആഴ്ചയിൽ അവസാനത്തെ ദിവസം പൈസ കിട്ടുന്നത്, അങ്ങനെ കൂലിക്ക് നമ്മൾ പണിയെടുക്കുന്നതാണ്, കിട്ടുമ്പോഴാണ് നമുക്ക് കൂലി കിട്ടുന്നത്. സാലറി എന്ന് പറയുന്നത് മാസം അവസാനമോ അല്ലെങ്കിൽ മാസത്തിന്റെ തുടക്കമായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്. അത് ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും. ഇപ്പം ഒരു മാസം 10,000 ആണെങ്കിൽ അടുത്ത മാസം 10,000. ഇതാണ് സാലറിയും വേജസും തമ്മിലുള്ള വ്യത്യാസം. വേജസ് പക്ഷേ ഡിഫറൻഷിയേഷൻ ഉണ്ടാവും. കാരണം ഈ ഒരു സ്ഥലത്ത് ഞാൻ കൂലിപ്പണിക്ക് പോയി എന്ന് വിചാരിക്കുക, രാവിലെ തൊട്ട് ഉച്ച വരെ ജോലി ചെയ്തോളൂ, അപ്പം എനിക്ക് 500 രൂപയായിരിക്കും ചിലപ്പം കിട്ടുക. പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ ചിലപ്പോൾ എനിക്ക് 1000 രൂപ കിട്ടും. അപ്പം അതിന് എമൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ സാലറി നമ്മളിപ്പം എത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി എടുത്താലും നമുക്ക് ആ മാസം ഒരേ എമൗണ്ട് തന്നെയായിരിക്കും കിട്ടുക. അപ്പം വേജസ് കിട്ടുന്നത്, സാലറി കിട്ടുന്നത്, ഫീസ് കിട്ടുന്നത്, ഇതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പം നമുക്ക് പറയാം, ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് മേക്കിംഗ് മണി. പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയും നമുക്ക് എന്തിൽ പെടുത്താം? എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി? ഇത് നമ്മൾ ചെയ്യുന്നത് എന്ത് മോട്ടീവ് കൊണ്ടല്ല? പണമല്ല ഇവിടുത്തെ മോട്ടീവ്, അല്ലെങ്കിൽ നമ്മളുടെ മെയിൻ ഇൻറ്റൻഷൻ പൈസ കിട്ടണം എന്നല്ല. പകരം എന്തായിരിക്കും? നമുക്ക് എന്തെങ്കിലും ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്, അതായത് ഒരു സന്തോഷം, ഒരു സംതൃപ്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ, നമ്മളെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ചാരിറ്റി പോലെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, എനിക്കൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത്. ഒരു രീതിയിലും മോണിറ്റർ ചെയ്യാൻ ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലും പണം വേണം എന്ന് ഒരു മോട്ടീവും എനിക്കില്ല. പകരം എനിക്ക് എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കിട്ടേണ്ടത്? പ്ലഷറോ അല്ലെങ്കിൽ സോഷ്യൽ ഒബ്ലിഗേഷൻ, സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതോ ഒക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇപ്പം നമ്മൾ വേർഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലരും പല രീതിയിൽ വിശ്വാസങ്ങളുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അപ്പം നമ്മൾ വേർഷിപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും അവിടെ ഒരു സൽക്കർമ്മം ചെയ്യുന്നത്, അവിടെയുള്ള ഭിക്ഷാടനം ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ഓർഫനേജിൽ പോയിട്ട് നമ്മൾ അവർക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം, ഇതൊക്കെയാണ് കിട്ടുന്നത്. ഇനിയിപ്പം കുറച്ചും കൂടി എക്സാമ്പിളിലേക്ക് ഇതിലേക്ക് വരികയാണെങ്കിൽ, നമുക്കിപ്പം ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണ്, അതായത് ഒരു നാച്ചുറൽ കലാമിറ്റി, ഫ്ലഡോ എർത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി, പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രകൃതിക്ഷോഭം ഇഫക്റ്റ് ചെയ്ത ഏരിയയിൽ പോയിട്ട് അവിടെയുള്ള ആളുകളെ സഹായിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമുക്ക് 2018-19 ഫ്ലഡ് വന്ന സമയത്ത് അങ്ങനെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു അല്ലെ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം ഇവരൊന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ എന്തെങ്കിലും റിക്രിയേഷണൽ ആയിട്ടുള്ള പെർസ്യൂട്ട്സ്, ഇപ്പം നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റോപ്പ് പെയിന്റ് അടിക്കുക, അങ്ങനെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവനവാരം ചെയ്യുക, അതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മൾ സാറ്റർഡേയ്സിൽ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്ലാസ്റ്റിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് വേസ്റ്റ് ഇതാക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണും, ഒരു കൂട്ടായ്മ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇനി നിങ്ങൾക്ക് ശരിക്കും ഇതിനൊരു എങ്ങനെയാണ് ഇത് ഡിഫറൻസ് വരുന്നത് എന്ന് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഇപ്പം നമ്മളെ പാരൻസ് നമുക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്ത് തരികയാണ്. അച്ഛനാവട്ടെ അമ്മയാവട്ടെ, ഏതെങ്കിലും ഒരാൾ നമുക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്ത് തരുന്നത് എന്ത് ആക്ടിവിറ്റി ആയിരിക്കും? എക്കണോമിക് ആയിരിക്കും, നോൺ എക്കണോമിക് ആയിരിക്കോ? ഒരു സംശയമില്ല അല്ലെ, നോൺ എക്കണോമിക്കാ. കാരണം ഇവര് നമുക്ക് പാചകം ചെയ്ത് തരുന്നത് എന്തിനാ? നമ്മളത് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് കഴിച്ചു കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം, നമ്മളോടുള്ള ലാളന അല്ലെങ്കിൽ ലവ്, എഫെക്ഷൻ, ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടാണ് അവർ നമുക്ക് ആ ഫുഡ് പാചകം ചെയ്ത് തരുന്നത്. ഇനി ഇതേ അച്ഛനും അമ്മയ്ക്കും ഒരു ഹോട്ടലുണ്ടെന്ന് കരുതുക. അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്ത് ആക്ടിവിറ്റി ആയിരിക്കും? അതായത് നമുക്ക് ഈ ഫുഡ് വീട്ടിലുണ്ടാക്കി തന്ന ഇതേ ഫാദറോ അല്ലെങ്കിൽ മദറിനോ സ്വന്തമായിട്ട് ഒരു ഹോട്ടലുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ അവർ ഫുഡ് പാചകം ചെയ്യുന്നത് എന്ത് ആക്ടിവിറ്റി ആയിരിക്കും? നോൺ എക്കണോമിക് ആണോ? അല്ല, എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം എന്താ? അവിടെ അവർ ചെയ്യുന്നത് ഒരു ജോലിയാണ്. ആ ജോലിയിലൂടെ അവർക്ക് എന്ത് കിട്ടണം? വരുമാനം കിട്ടണം. അവർ പാചകം ചെയ്യുന്ന ഭക്ഷണം കസ്റ്റമേഴ്സ് വന്ന് കഴിച്ചിട്ട് അവർക്കതിന് ബില്ല് കൊടുത്ത് പൈസ കിട്ടുന്നത് വഴി അവർക്ക് എന്ത് കിട്ടുന്നു? യെസ്,
പൈസ കിട്ടുന്നു. അപ്പം ഇതാണ് സെയിം എക്സാമ്പിൾ ആണ്. രണ്ട് സ്ഥലത്തും ഇവർ ചെയ്യുന്ന പ്രവൃത്തി ആക്ടിവിറ്റി ഒന്നാണ്. എന്താ ചെയ്യുന്നത്? ഫുഡ് കുക്ക് ചെയ്യുന്നു. പക്ഷേ ആ ആക്ടിവിറ്റി ചെയ്യുന്ന സിറ്റുവേഷൻ മാറുമ്പോൾ അത് എക്കണോമിക് ആക്ടിവിറ്റി ആവുന്നു, നോൺ എക്കണോമിക് ആവുന്നു. ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ കുഞ്ഞിന് പാചകം ചെയ്ത് കൊടുക്കുന്നത് നോൺ എക്കണോമിക് ആണ്. അവിടെ കുട്ടിയോടുള്ള ലവ്, കുട്ടിയോടുള്ള എഫെക്ഷൻ അല്ലെങ്കിൽ ലാളന, പാമ്പറിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി നോൺ എക്കണോമിക് ആണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ അത് എക്കണോമിക് ആണ്. ഇനി ഒരു ഉദാഹരണം കൂടി ഇതേപോലെ പറഞ്ഞു തരാം. ഇപ്പം വീട്ടിലുള്ള ഏതെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വിചാരിക്കുക, അവർ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്, തയ്ക്കുന്ന ആളാണ്. അപ്പം അവിടെയുള്ള ഇപ്പം അമ്മയായിക്കോട്ടെ, അമ്മ തയ്ക്കുന്ന ആളാണ്. അപ്പം അമ്മ നമുക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, ചേച്ചിയോ ചേട്ടനോ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു കുപ്പായം തുന്നി കൊടുക്കുകയാണ്. അതെന്ത് ആക്ടിവിറ്റി ആയിരിക്കും? നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും. അമ്മയ്ക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം കാരണം, സ്നേഹമാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. ആ കുട്ടിയായിട്ട് ആ കുപ്പായ ഇടുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുന്ന പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ, ഇതൊക്കെയാണ് അവിടെ കിട്ടുന്നത് അമ്മയ്ക്ക്. അമ്മ അതിന് കുട്ടീൻ്റെ അടുത്ത് തന്നെ പൈസ വാങ്ങുമോ? ഇല്ല. ഇത് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇതേ അമ്മ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇങ്ങനെ ഒരു ടൈലർ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ അമ്മ പൈസ വാങ്ങില്ലേ? യെസ്. ചെയ്യുന്ന ആക്ടിവിറ്റി സെയിം ആയിരിക്കും അല്ലെ? രണ്ട് സ്ഥലത്തും ചെയ്യുന്ന ആക്ടിവിറ്റി സെയിം ആണ്. പക്ഷെ എന്താണ്, ഒരു സ്ഥലത്ത് അമ്മ ചെയ്യുന്നത് നോൺ എക്കണോമിക് ആണ്. സിറ്റുവേഷൻ നോക്കുക, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നും കൂടി നമ്മളിവിടെ നോക്കണം. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അപ്പോൾ കുറേ നിങ്ങൾക്ക് ഇങ്ങനെ 1, 2, 3, 4 ആക്ടിവിറ്റീസ് തന്നിട്ട് ഇതിൽ ഏതാണ് എക്കണോമിക് ഏതാണ് നോൺ എക്കണോമിക് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ചെയ്യാൻ. എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ സ്വന്തം മകന് വേണ്ടി പാചകം ചെയ്യുന്നത്, മകൾക്ക് വേണ്ടി പാചകം ചെയ്യുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ ഡൊണേഷൻ കൊടുക്കുക, ചാരിറ്റി ചെയ്യുക, ഇതൊക്കെ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല തിരിച്ച്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് നമ്മളിതിൽ നോക്കിയത്. എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റി? എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റി പറഞ്ഞാൽ രണ്ടെണ്ണാണ്, എക്കണോമിക്കും നോൺ എക്കണോമിക്കും ആണ് ഇതിൽ വരുന്നത്. കിട്ടിയല്ലോ അല്ലേ? ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉദ്ദേശമാണ് നമ്മൾ നോക്കുന്നത്. സോ എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പേർപ്പസ് എന്താണ്? പൈസ ഏൺ ചെയ്യുക എന്നുള്ളതല്ലേ? യെസ്, മണി ഏർണിംഗ് ആണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നോൺ എക്കണോമിക്കിലേക്ക് പോവുകയാണെങ്കിലോ സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് നമുക്ക് മനസ്സിന് കിട്ടുന്ന സംതൃപ്തി അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സംതൃപ്തിയാണ് ഇവിടെ നോൺ എക്കണോമിക്കിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഔട്ട്കം എന്താ വരിക? നമുക്ക് എന്തിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു? നമുക്ക് വെൽത്ത് ഉണ്ടാവുന്നു, നമുക്ക് അസറ്റ് വാങ്ങാനുള്ള പൈസ ഉണ്ടാവുന്നു. അതൊക്കെയാണ് എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ അല്ലേ? നമുക്ക് പൈസ കിട്ടുമ്പോൾ നമുക്ക് സ്വത്ത് കൂടുകയല്ലേ, അല്ലെങ്കിൽ നമുക്ക് അസറ്റ് വാങ്ങാനുള്ള പൈസ കൂടുകയല്ലേ? ഇനി നോൺ എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഔട്ട്കം എന്തായിരിക്കും? യെസ്, ഇറ്റ് ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്. ഒരു സംതൃപ്തി കിട്ടാനും ഒരു സന്തോഷം കിട്ടാനും ഒക്കെ നമുക്ക് അതിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന ആളുകളാണ് ആര്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. സോ വൈൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ജനറേറ്റ് ഫൈനാൻഷ്യൽ റിട്ടേൺസ്, എക്കണോമിക് ആക്ടിവിറ്റി നമുക്ക് പണമാണ് തരുന്നത്. അറ്റ് ദ സെയിം ടൈം നോൺ എക്കണോമിക് ആക്ടിവിറ്റി ഫുൾഫിൽ അവർ സോഷ്യൽ സൈക്കോളജിക്കൽ നീഡ്സ്, നമുക്ക് ഉണ്ടാവുന്ന സോഷ്യലും സൈക്കോളജിക്കൽ നീഡ്സും ഫുൾഫിൽ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്രിയേറ്റിംഗ് എ ബാലൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, നമുക്ക് ഏത് ആക്ടിവിറ്റിയാണ് നമ്മളുടെ ഹ്യൂമൻ ലൈഫിൽ ആവശ്യം? എക്കണോമിക് ആണോ നോൺ എക്കണോമിക് ആണോ? രണ്ടും വേണം അല്ലേ? നമുക്ക് എക്കണോമിക്കും നോൺ എക്കണോമിക്കും ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. സോ ഇതാണ് ഫസ്റ്റത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് ടൈപ്സ് നോക്കുകയാണ്. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ കുറച്ച് ടൈപ്സ് ആണ് ഇവിടെ നോക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. 4 ടൈപ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ബിസിനസ്, പ്രൊഫഷൻ, വൊക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ബിസിനസ് തന്നെ എന്താണെന്ന് പഠിച്ചു നോക്കാം. ബിസിനസ് എന്ന് പറയുമ്പം ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ബിസിനസ്. ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ പ്രോഫിറ്റ് എന്നാണ് പറയുക, മറക്കരുത്. ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ എന്താ പറയുക? പ്രോഫിറ്റ്. അതായത് ഏതെങ്കിലും ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ്. അപ്പോൾ ഞാനൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു,
എന്ത് ഗുഡ് ആയിക്കോട്ടെ. അപ്പം ഒരു ചെരുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് എന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് വിറ്റിട്ട് എനിക്ക് പകരം ക്യാഷ് വാങ്ങുന്നത്, ആ ഒരു പ്രവൃത്തി ക്യാഷ് വാങ്ങുന്നതോടുകൂടി ആ പ്രവൃത്തി എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആവുന്നു. ഇതിലൂടെ എനിക്ക് എന്ത് കിട്ടുന്നു, പ്രോഫിറ്റ്. അപ്പം ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ചെരുപ്പ് ഉണ്ടാക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു 60 രൂപയാണ് ചിലവായതെന്ന് വിചാരിക്കുക. അപ്പം ഞാനത് മാർക്കറ്റിൽ വിൽക്കുമ്പം 60 രൂപയ്ക്കാണോ വിൽക്കേണ്ടത്? അല്ല, ഞാനതൊരു 100 റുപ്പീസിന് വിൽക്കണം. അപ്പോഴേ ഉള്ളൂ എനിക്ക് 40 രൂപ പ്രോഫിറ്റ് കിട്ടുക. ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇനി ബിസിനസ്സിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം നമ്മൾ MBA BBA ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യാൻ അങ്ങനെ ഇന്ന എഡ്യൂക്കേഷൻ വേണമെന്നോ അങ്ങനത്തെ റിസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ലീഗലായിരിക്കണം. ഓക്കെ. പിന്നെ ബിസിനസ്സിൽ എത്രത്തോളം റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ബിസിനസ്മാൻ ആണ്, അത്രത്തോളം ആ ബിസിനസ്സിന് എന്ത് കിട്ടും, റിട്ടേണും കിട്ടും. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പ്രൊഫഷണലിലേക്കാണ്. അപ്പം നമുക്കറിയാം എല്ലാവർക്കും പ്രൊഫഷണൽ ആവാൻ പറ്റണം എന്നില്ല അല്ലേ? കാരണം പ്രൊഫഷൻ ആവണമെങ്കിൽ ഇപ്പോൾ കുറച്ച് പ്രൊഫഷൻ്റെ എക്സാമ്പിൾസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെയാ വരിക, ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നമ്മൾ ഡോക്ടേഴ്സ്, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അഡ്വക്കേറ്റ്സ്, ഇതൊക്കെ പ്രൊഫഷനിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഡോക്ടേഴ്സ് ആവാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ കൊമേഴ്സ് ആണ്, അപ്പോൾ നമുക്ക് എന്തായാലും പറ്റില്ല അല്ലേ? നമുക്ക് സയൻസ് സ്ട്രീം അല്ല നമ്മൾ എടുത്തത്. അപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പം ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ഏരിയ പഠിച്ച ആളുകളായിരിക്കും ഇവർ. ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളാണ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇവർക്ക് ബിസിനസ് പോലെയല്ല. ബിസിനസ്സിന് എന്ത് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞ്, പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ്. പ്രൊഫഷണൽസിന് നമ്മൾ എന്താ കൊടുക്കുക, അവർക്ക് കിട്ടുന്നതിന് നമ്മൾ ഫീസ് എന്നാണ് പറയുക അല്ലേ? ഡോക്ടർക്ക് ഫീസ് കൊടുക്കുക എന്നല്ലേ പറയുക. അപ്പോൾ അവർക്ക് കിട്ടുന്നതിന് നമ്മൾ ഫീസ് എന്നാണ് പറയുക. ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം എല്ലാവർക്കും പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. ആവണമെങ്കിൽ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഇതിൽ നോളേജ് കിട്ടുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പം ഡോക്ടേഴ്സ് ആണെങ്കിൽ MBBS എടുക്കണം, അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ LLB LLM വേണം, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിൽ CA പാസ്സാവണം. കണ്ടില്ലേ, ഇങ്ങനെ ഇതേപോലെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാത്ത ആൾക്ക് അത് പോകാൻ പറ്റില്ല. പിന്നെ ഇവർക്കൊരു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. അതായത് ഇവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം ഈ ഡോക്ടേഴ്സ് ആ ഒരു MBBS കഴിഞ്ഞാൽ ഇവർക്ക് കോൺവൊക്കേഷൻ്റെ സമയത്ത് ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ പ്രതിജ്ഞയിൽ ഇവർ പറഞ്ഞിരിക്കുന്ന സംഭവം ഇവർ അതുപോലെ അനുസരിക്കണം എന്നാണ്. ആ ഒരു എത്തിക്സ് ഇവർ ഫോളോ ചെയ്യണം. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ടാവും. ഇപ്പം അഡ്വക്കേറ്റ്സിനാണെങ്കിൽ ബാർ കൗൺസിൽ, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അവരുടെ ICAI എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു എന്താ പറയുക അസോസിയേഷൻ ഉണ്ടാവും. അപ്പം പിന്നെ ഇവരുടെ തിയറി ഓഫ് നോളേജ്, ഇവർക്ക് അത്രയും നോളേജ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രൊഫഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ തൊഴിൽ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക അല്ലേ? അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് ബന്ധമുള്ളതിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത് കേട്ടോ. അതായത് ഇവിടെ വർക്ക് പെർഫോം ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് കോമ്പൻസേഷനിലായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. അത് എംപ്ലോയ്മെന്റ് ആണ്. കാരണം അവിടെ എന്തായാലും ആ ഓഫീസിൽ ഒരു ബോസ് ഉണ്ടാവും. ആ ബോസിൻ്റെ കീഴെ നമ്മൾ ജോലി ചെയ്യുകയാണ്. അപ്പം നമുക്ക് സാലറി കിട്ടുന്നു. അല്ലെങ്കിൽ അതുപോലെ അവിടെ ഒരു കൂലിക്ക് ഒരാൾ വരികയാണ്, കൂലിപ്പണിക്കാരനായിട്ട്. അപ്പോൾ അവിടെ എന്താണ്, അയാളെ തൊട്ട് മുകളിലൊരു ബോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടുന്നു, വേജസ് കിട്ടുന്നു. ഇങ്ങനെ നമ്മൾ വർക്ക് പെർഫോം ചെയ്യുന്നതിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഏരിയ പഠിച്ചിട്ട് ആ സ്പെസിഫിക് ഏരിയയിൽ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നതാണ് വൊക്കേഷൻ. നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ 12th പഠിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഒക്യുപ്പേഷൻ കൂടി പഠിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാർപ്പൻട്രിയോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒക്യുപ്പേഷൻ കൂടി പഠിക്കുന്നതാണ് വൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിൽ അത് സജീവമായിട്ട് അങ്ങനത്തെ സ്കൂൾസും ഉണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് ഉണ്ട്. അപ്പോൾ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസിലെ വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക? അവർ ഓൾറെഡി എന്താണ്, ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ആ ഒരു സബ്ജക്റ്റും പ്ലസ് അവരൊരു ഒക്യുപ്പേഷന് കൂടി പഠിക്കുന്നുണ്ട്. ആ ഒക്യുപ്പേഷനിൽ അവർക്ക് ട്രെയിനിങ്ങും കിട്ടുന്നുണ്ടാവും. ഇപ്പം കാർപ്പൻട്രിയിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു ജോബിൽ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നതാണ് വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് 4 എക്കണോമിക് ആക്ടിവിറ്റീസ്: ബിസിനസ്, പ്രൊഫഷൻ, വൊക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്.
അടുത്തത് നമ്മളിനി എന്താണ് ബിസിനസ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഏതൊരു ആക്ടിവിറ്റിയിലും പ്രൊഡക്ഷനും പേർച്ചേസും വരികയാണെങ്കിൽ ഈ പ്രൊഡക്ഷനും പേർച്ചേസിലൂടെ നമ്മൾ ആ ഒരു കാര്യം വിറ്റിട്ട് നമുക്ക് തിരിച്ച് ഒരു പ്രോഫിറ്റ് കിട്ടുന്നതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. സോ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊഡക്ഷൻ, നമ്മളത് ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളത് വേറെ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഇപ്പം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണെങ്കിൽ എല്ലാതും നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ് വേറെ ഏതെങ്കിലും വലിയൊരു ഹോൾസെയിലർ എടുത്തുനിന്നോ മാനുഫാക്ചർ എടുത്തുനിന്നോ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കുന്നതിനെയാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വിറ്റിട്ട് നമുക്ക് തിരിച്ച് എന്ത് കിട്ടണം? എമൗണ്ട് കിട്ടിയിട്ട് ആ എമൗണ്ടിലൂടെ നമുക്ക് പ്രോഫിറ്റ് കൂടി ഏൺ ചെയ്യുമ്പോൾ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയാം. അപ്പോൾ ഗുഡ്സ് എന്നും പറയുന്നുണ്ട്, സർവീസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ്, നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്നതാണ് ഗുഡ്സ്. ഇപ്പോൾ ഉദാഹരണം പറയാൻ മൊബൈൽ ഫോൺസ്, ഷൂസ്, അല്ലെങ്കിൽ ക്ലോത്ത്സ്, വുഡ്, ഫേർണിച്ചർ ഒക്കെ ഗുഡ്സ് ആണ്. അപ്പോൾ എന്താണ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അപ്പം നമുക്ക് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫീൽ ഇറ്റ്. അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, നമുക്ക് കാണാനോ അല്ലെങ്കിൽ നമുക്കത് തൊടാനോ കഴിയില്ല, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് സർവീസ്. ഇപ്പം ബാങ്കിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു സർവീസാണ്, ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്ന ഒരു സർവീസാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഒരു സർവീസാണ്, ട്രാൻസ്പോർട്ടേഷനിലൂടെ കിട്ടുന്നത് ഒരു സർവീസാണ്. അപ്പം ഈ ഗുഡ്സും സർവീസും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ബിസിനസ്. ഇതിൻ്റെ ഈ രണ്ടിൻ്റെയും പർച്ചേസ് ആൻഡ് സെല്ലിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പം ബിസിനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്? പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭവും കൂടി നമുക്ക് കിട്ടുമ്പോഴാണ് ബിസിനസ് പൂർത്തിയാവുന്നത്. ഓക്കെ, ബിസിനസ്സിൽ മെയിനായിട്ട് മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, ഷിപ്പിംഗ്, സ്റ്റോറേജ്, ബാങ്കിങ്, ഇൻഷുറൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഹ്യൂജ് സർക്കിളാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇനി ബിസിനസ്സിൻ്റെ കുറച്ച് നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം എന്താ നമുക്ക് നോക്കി നോക്കാം. എന്താണ് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ആയിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും ബിസിനസ്. ചുമ്മാ ബിസിനസ് എന്താണ്? ഒരു ഫിസിക്കൽ അല്ലാത്തൊരു സംഭവമല്ല. ബിസിനസ്സിൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഡീലിംഗ് എപ്പോഴും നടക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കൺസ്യൂമറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ സർവീസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താവാം? ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആവാം. ക്യാപിറ്റൽ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഗുഡ്സ്, അങ്ങനത്തെ ഏത് ഗുഡ്സും ആവാം. ഇനി സർവീസസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ബാങ്കിങ്ങോ ഇൻഷുറൻസോ ട്രാൻസ്പോർട്ടേഷനോ ഒക്കെ ഇതിൽ വരും. ഇനി അടുത്ത രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സെയിൽ ഓർ എക്സ്ചേഞ്ച് ആണ്. അതായത് ബിസിനസ്സിൽ പ്രൊഡക്ഷൻ മാത്രമല്ല നടക്കുന്നത്, വിൽപ്പന കൂടി നടക്കുന്നുണ്ട്. അതായത് നമ്മൾ സെയിലോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ നടക്കുന്നുണ്ട് ബിറ്റ്വീൻ ആര്? ബയ്യറും സെല്ലറും. ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയിൽ നടക്കുന്ന സെയിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആണ് ബിസിനസ്. നമ്മളൊരു സാധനം വിൽക്കുന്നു, സെയിൽ. നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ വിത്തൗട്ട് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. സെയിലോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആക്ടിവിറ്റീസ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ബിസിനസ്. അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീനെ നമുക്ക് ബിസിനസ് ആയിട്ടേ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം ബിസിനസ് ഒരു റെഗുലർ ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളൊരു സൈക്കിള് നിങ്ങൾക്കത് ആവശ്യമില്ല, കുറച്ച് നിങ്ങൾ യൂസ് ചെയ്തു. അപ്പം നിങ്ങളൊരു അടുത്ത സുഹൃത്തിന് അത് വിൽക്കുകയുണ്ടായി, ഒരു 3000 റുപ്പീസിന് അത് വിറ്റു എന്ന് കരുതുക. അത് നിങ്ങൾ ആ ഒരൊറ്റ സമയത്തേക്ക് ചെയ്തതാണ്, പിന്നെ അത് ചെയ്യുന്നേ ഇല്ല എന്നൊരു സംഭവം. ഇത് ബിസിനസ് അല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റെഗുലർ ആയിട്ട് ഡെയിലി നമ്മൾ ഇങ്ങനെ വിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ബിസിനസ് എന്ന് പറയാം. സോ ഡെയിലി നമ്മൾ പർച്ചേസിങ്ങും സെല്ലിങ്ങും ചെയ്യുമ്പോൾ അത് ബിസിനസ്സാണ്. അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ, ആ ഒരു സൈക്കിൾ സുഹൃത്തിന് വിറ്റു എന്നുള്ളത്, അതിന് നമ്മൾ ഐസൊലേറ്റഡ് ട്രാൻസാക്ഷൻ എന്നാണ് പറയാം. അതായത് ആ ഒരു സമയത്ത് നമുക്ക് ആ സൈക്കിൾ ആവശ്യമില്ല, സുഹൃത്തിന് അത് ആവശ്യമുണ്ടായിരുന്നു, സോ നമ്മളത് വിൽക്കുന്നു. അങ്ങനത്തെ ഐസൊലേറ്റഡ് ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല? ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ബിസിനസ് ആവണമെങ്കിൽ അത് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി പേർപ്പസിൽ സെല്ലിങ്ങും പർച്ചേസിങ്ങും നടക്കണം.
ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് റിക്വയർ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. ബിസിനസ് തുടങ്ങണമെങ്കിൽ അവിടെ ഫൈനാൻഷ്യൽ, ലേബർ, ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് തുടങ്ങുകയാണെങ്കിൽ പോലും അവിടെ നമുക്ക് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ കൊണ്ടുവരുന്ന മൂലധനത്തിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ നമുക്ക് ലേബേഴ്സിന്, തൊഴിലാളികൾ ആവശ്യമുണ്ടാവും. ആ ഒരു ബിസിനസ് ഫിസിക്കലായിട്ട് നമുക്കൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ്, പിന്നെ ഫേർണിച്ചർ, വെഹിക്കിൾ, ഇങ്ങനെ ഒത്തിരി അസറ്റ്സ് ആവശ്യമുള്ളൊരു സംഭവമാണ് ബിസിനസ്. അപ്പോൾ ചുമ്മാ നമുക്കൊരു ബിസിനസ്സിലേക്ക് വരാൻ പറ്റില്ല. നമ്മൾ ക്യാപിറ്റൽ മുടക്കിയിട്ട് മാത്രമേ ബിസിനസ്സിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം, ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. അതായത് ബിസിനസിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ജനറേറ്റിംഗ് പ്രോഫിറ്റ്. ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് അഥവാ ലാഭം ഉണ്ടാക്കുക എന്നാണ്. അതായത് ഫൈനാൻഷ്യൽ ഗെയിൻ അല്ലെങ്കിൽ ബിസിനസിന്റെ ഗ്രോത്ത്, ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് നമ്മൾ എപ്പോഴും പണത്തിനാണ് ബിസിനസ് മുൻതൂക്കം കൊടുക്കുന്നത്. അടുത്തത്, ഏറ്റവും കൂടുതൽ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബിസിനസ്. നമ്മൾക്ക് ഫ്യൂച്ചറിൽ എത്ര റിട്ടേൺ നമ്മൾ ആഗ്രഹിക്കുന്നോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് എടുത്തേ പറ്റൂ. അപ്പൊ എന്താണ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്, നഷ്ടം വരാനുള്ള സാധ്യത. ബിസിനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും. അത് ഇന്റേണൽ ആയിട്ടും ഉണ്ടാവും, എക്സ്റ്റേണൽ ആയിട്ടും ഉണ്ടാവും. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് പലതും പറയാം. പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, ലീഗൽ എൻവയോൺമെന്റ്, എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ, കുറച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലഡ് വരികയാണ്, കോവിഡ് വീണ്ടും വരിക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഗവൺമെന്റ് കൊണ്ടുവന്ന 2 ലീഗൽ എൻവയോൺമെന്റ് കാരണം ബിസിനസ്സിനുണ്ടായ റിസ്ക് ഏതൊക്കെയാ? ഒന്ന് ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് അല്ലെ, നോട്ട് നിരോധനം വന്ന സമയത്ത്, GST ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തൊക്കെ ബിസിനസ് കുറച്ച് റിസ്കിലൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ എപ്പോഴും റിസ്ക് ഉണ്ടാവും എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യണം ആര്? ബിസിനസ്മാൻ. അപ്പൊ എത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കുന്നോ അത്രത്തോളം നമുക്ക് റിട്ടേണും കൂടും എന്നാണ്, ഏർണിങ്സും കൂടും എന്നാണ്. പക്ഷെ റിസ്ക് നമ്മൾ ഒട്ടും എടുക്കാണ്ട് സേഫ് ആയിട്ട് നമുക്കൊരു ബിസിനസ്മാന് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ റിട്ടേൺ വളരെ കുറവായിരിക്കും. അപ്പൊ റിസ്ക് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം ബിസിനസ്സിൽ. ഓക്കെ, ഇനി അടുത്തത് ബിസിനസ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. മെയിൻ ആയിട്ട് 2 ഒബ്ജക്റ്റീവ്സ് ആണ് ബിസിനസ്സിനുള്ളത്. എക്കണോമിക് ഒബ്ജക്റ്റീവും സോഷ്യൽ ഒബ്ജക്റ്റീവും. അപ്പം ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി മോണിറ്ററി, അതായത് പണമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ലക്ഷ്യമാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന്. ആദ്യം എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണ് പ്രോഫിറ്റ് ഏർണിംഗ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ്. എങ്ങനെയാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ബിസിനസ്സിലേക്ക് കിട്ടുക? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിലോ, ഡിസ്കൗണ്ടിന് കൊടുക്കുകയാണെങ്കിലോ ഒരു കുറച്ച് കാലത്തേക്കൊക്കെ കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും. പക്ഷേ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾക്ക് എപ്പോഴും കസ്റ്റമേഴ്സിനെ കിട്ടണമെങ്കിൽ ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് കൊടുക്കുക, അതും ഫെയർ പ്രൈസിന്. ഈ 2 സംഭവം നമ്മൾ ഒരുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായാലും നമുക്കൊരു ലോങ് ടേമിലേക്ക് കസ്റ്റമേഴ്സിന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ത്രൂ ക്വാളിറ്റി ആൻഡ് ഫെയർ പ്രൈസസ്. അടുത്തത്, ഒരു ബിസിനസ്മാൻ എന്ന് പറയുമ്പം ഒരിക്കലും ഒരു കുഞ്ഞി സർക്കിളിന്റെ ഉള്ളിൽ ഒതുങ്ങി പോകേണ്ട ഒരാളല്ല. അദ്ദേഹം ആ ഒരു സർക്കിള്, കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒത്തിരി ഇന്നോവേഷൻസിലൂടെ പോകേണ്ട ഒരാളാണ്. കാരണം എത്രത്തോളം നമ്മൾ ബിസിനസ്സിൽ ഇന്നോവേറ്റീവ് ആവുന്നു. എന്താണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ന്യൂ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന ആള്. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുക. സോ എപ്പോഴും ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആവും. അപ്പോൾ നമ്മൾക്കിപ്പോൾ മാർക്കറ്റിലേക്ക്, നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു 15 ഇയേഴ്സ്, ഒരു 15 വർഷം മുൻപുള്ള പ്രൊഡക്ട്സ് അല്ല നമുക്കിപ്പോൾ ഉള്ളത്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മളുടെ സമയം എത്രയോ ലാഭിക്കുന്ന രീതിയിൽ കുറേ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇന്നോവേഷൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ എപ്പോഴും ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ് വേണം. നമ്മളുടെ ബിസിനസ്സിന് മെയിൻ ആയിട്ട് 4 M ആണ് വേണ്ടത്. മെൻ, മെറ്റീരിയൽ, മണി ആൻഡ് മെഷീൻ. മെൻ മീൻസ് ലേബേഴ്സ്. മെറ്റീരിയൽസ്, നമ്മൾ എന്താണോ ബിസിനസ് ചെയ്യുന്നത് ആ ബിസിനസിന്റെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ. മണി നിങ്ങൾക്ക് അറിയാലോ, ക്യാഷ്.
പിന്നെ മെഷീൻസ്. ഈ 4 സംഭവങ്ങളും ബിസിനസ്സിന് എന്തായാലും ആവശ്യമാണ്. പക്ഷേ ഈ 4 നമ്മൾ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസിലായിരിക്കണം. കൂടാനും പാടില്ല, ഒത്തിരി നമ്മൾ യൂസ് ചെയ്യാനും പാടില്ല, വളരെ കുറച്ച് യൂസ് ചെയ്യാനും പാടില്ല. ഒപ്റ്റിമം ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബിസിനസ്സിന്റെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അതായത് പ്രോഫിറ്റ് ഏർണിംഗ്, ക്രിയേഷൻ ഓഫ് ഗുഡ് കസ്റ്റമേഴ്സ്, റെഗുലർ ഇന്നോവേഷൻസ് ആൻഡ് ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ്. ഇനി സോഷ്യൽ ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, വിച്ച് മീൻസ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ബിസിനസ്സിന് ചെയ്യാൻ പറ്റുക. ആദ്യം ചെയ്യാൻ പറ്റുന്നത് വളരെ ക്വാളിറ്റിയിലുള്ള ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുക, അത് കസ്റ്റമേഴ്സിന് വേണ്ടി സപ്ലൈ ചെയ്യുക. നമ്മൾ കുറേ ക്വാണ്ടിറ്റിയിലല്ല കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുന്നത്. അവരെന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നോക്കുന്നത് ഹൗ മച്ച് ക്വാളിറ്റി ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് ഗിവിങ്. ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എനിക്ക് എത്ര ക്വാളിറ്റി തരുന്നുണ്ട്. നമ്മളിപ്പോൾ സാധനങ്ങൾ അത്രയും വായിച്ചു നോക്കി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുറേ നമ്മൾ നോക്കിയിട്ടേ വാങ്ങുന്നുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ കുറേ ഡിസ്കൗണ്ട് കിട്ടിയിട്ടോ ഫ്രീ കിട്ടിയിട്ടോ എന്നല്ല നോക്കുക, അത് ക്വാളിറ്റി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സോ അങ്ങനെ ക്വാളിറ്റി പ്രൊഡക്ട്സ് എപ്പോഴും വിൽക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, അവിടെ ഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് വേണം. അതായത് ലീഗലി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ, ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യരുത്. ഇപ്പം ഒരു ഉദാഹരണം പറയുന്നത് ബ്ലാക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് ഒക്കെ നടത്തില്ലേ, മായം ചേർത്തിട്ട് വിൽക്കുക, ഹോർഡിങ് ചെയ്യുക, ഈ പൂഴ്ത്തി വെക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇല്ലീഗൽ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് എത്ര പ്രോഫിറ്റ് ഒരു ബിസിനസ്സിന് കിട്ടുകയാണെങ്കിലും ആ പ്രോഫിറ്റിന്റെ ചെറിയൊരു ഭാഗം, ചെറിയൊരു പെർസെൻറ്റേജ് സൊസൈറ്റീൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ സമൂഹത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒത്തിരി ബിസിനസ്മാൻ ഉണ്ട് അല്ലേ, നമുക്ക് കുറേ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റൂ. ഓക്കെ. പിന്നെ ഇപ്പം എന്താണ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പം സ്കൂൾസിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു നാട്ടിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, റിക്രിയേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക. ഇങ്ങനെ സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം ആര്, ബിസിനസ്മാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ബിസിനസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ബിസിനസ്സിന്റെ പ്രാധാന്യം. ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നമ്മൾ ബിസിനസ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഓണേഴ്സ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് മുതലാളി, ആ ഒരു ഓണറിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. കാരണം നമുക്ക് തിരിച്ചെന്ത് കിട്ടണം, ഞാൻ എത്രയാണോ ബിസിനസ്സിന് വേണ്ടി മുടക്കിയ പണം, ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് മുടക്കിയത്, എനിക്കൊരു മിനിമം 6 ലക്ഷം കിട്ടിയാലുള്ളൂ എന്ത് പറയാൻ പറ്റുള്ളൂ, എൻ്റെ ബിസിനസ് സക്സസ്സിലാണ് പോകുന്നത് എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ എപ്പോഴും കൊടുക്കുന്നതായിരിക്കണം ബിസിനസ്. ഇനി എംപ്ലോയീസിന് എങ്ങനെയായിരിക്കും അത്, എംപ്ലോയീസിന് ആ ഒരു ബിസിനസ്സിലൂടെ നല്ല വേജസ് കിട്ടണം, സാലറി കിട്ടണം, സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ പെൻഷനായിട്ടോ ബോണസ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻസെൻറ്റീവ് കൂട്ടി കൊടുത്തിട്ടോ ഇങ്ങനെയൊക്കെ കൊടുക്കണം. പിന്നെ നല്ല പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനൊക്കെ കൊടുത്തിട്ട് വേണം ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോഫിറ്റ് മാത്രമായിരിക്കരുത് ഒരു ബിസിനസ്സിൻ്റെ എന്ത്, ഓക്കെ യെസ് പ്രോഫിറ്റ് ആണ് ഏറ്റവും വലിയ മോട്ടീവ്, അതിൻ്റെ പുറമെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അല്ലേ. ഇനി കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുത്തിട്ട്, അതും ഫെയർ റേറ്റിൽ, അമിത വില ചുമത്തി MRP നമുക്കറിയാം, മാക്സിമം റീറ്റെയിൽ പ്രൈസിലും മുകളിൽ പൈസ ചുമത്തിയിട്ടൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുക എന്ന് പറയുമ്പോൾ അൺഫെയർ ആണ്. അപ്പം പിന്നെ അതുപോലെ ഗുഡ്സ് ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട്, നമ്മളൊരു ഗുഡ്സ് വിറ്റതിന് ശേഷം നമുക്ക് ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് കസ്റ്റമറിന് കൊടുക്കണം. അപ്പം നമ്മൾ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ വാറണ്ടി കാർഡൊക്കെ തരില്ലേ അവർ, ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പം, അപ്പോൾ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ 1 ഇയർ കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു 6 മാസമായപ്പോൾ തന്നെ ആ വാഷിംഗ് മെഷീനൊരു കേടുപാട് സംഭവിച്ചു. അപ്പോൾ തന്നെ നമുക്ക് അവരെ വിളിക്കും നമ്മൾ അല്ലേ. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അത് സർവീസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ അവർ ആ ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ നിന്നേ വാങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുക, ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, ഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെയാണ് കസ്റ്റമേഴ്സിനോട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി ഗവൺമെന്റിനോട് എന്താ ചെയ്യുക, സർക്കാരിനോട്. നമുക്കറിയാം ബിസിനസ്മാൻ എന്തായാലും എന്ത് പേ ചെയ്യണം, ടാക്സ്.
ഈ ടാക്സിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പാടില്ല, ടാക്സ് വെട്ടിക്കാൻ പാടില്ല. കറക്റ്റായിട്ട് ടാക്സ് റവന്യൂ നമ്മൾ അടച്ചിരിക്കണം. അതുപോലെ ഗവൺമെന്റ് പറയുന്ന റൂൾസും റെഗുലേഷൻസും അനുസരിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ സൊസൈറ്റീൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, ക്ഷേമത്തിന് വേണ്ടിയിട്ട്, സൊസൈറ്റീൻ്റെ ഇപ്പം നമുക്കറിയാം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയാണ്. ഇതിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബിസിനസ്മാൻ എപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ലോക്കൽ ഒരു ഏരിയയിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള അവിടുത്തെ ആളുകൾ, ലോക്കൽസിനെ ജോലിക്ക് എടുക്കുക, ഇങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യണം. പിന്നെ അവിടുത്തെ നമ്മൾ പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നതിനേക്കാളും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജോലിക്ക് എടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ എൻവയോൺമെന്റിന് വേണ്ടിയിട്ട്, പ്രകൃതിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ്, അപ്പം നമ്മളുടെ സറൗണ്ടിങ്സ് എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. നമ്മൾക്കറിയാം നമ്മളുടെ റിസോഴ്സസ് എടുക്കുന്നത് എവിടെ നിന്നാണ്, നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ് ബിസിനസ് എടുക്കുന്നത്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് എന്ത് ആവണം, ബിസിനസ്സിനൊരു ഒരു ഉത്തരവാദിത്ത ബോധം വേണം അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ മാറ്റിയിട്ട് ക്യാരി ബാഗ്സ്, പേപ്പേഴ്സോ ക്ലോത്ത്സിൻ്റെ ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ ഒരു ഫാക്ടറി ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അത് പുഴയുടെ അടുത്തും തുടങ്ങാതിരിക്കുക, ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തുടങ്ങാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എൻവയോൺമെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ. ഓക്കെ, ഇനി അടുത്തത് ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ബിസിനസ്സിന് ഇത്രയും ക്ലാസിഫിക്കേഷൻ ആണുള്ളത്: ഇൻഡസ്ട്രി, കൊമേഴ്സ്, ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ഓഫ് ട്രേഡ്. ഇത്രയും 4 കാര്യങ്ങൾ ചേരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ബിസിനസ് സംഭവിക്കുന്നു. അപ്പം അതിൽ ആദ്യത്തേതാണ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്ന് പറയുമ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയാം. ഇപ്പം എന്താണ്, ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ ആ തുണി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരു ചെരുപ്പിൻ്റെ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ചെരുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി, നോട്ട്ബുക്ക് ആണെങ്കിൽ നോട്ട്ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി. അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ആ പ്രൊഡക്ഷനിലൂടെ അത് റേസ് ചെയ്ത് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന, അതിൽ അസംസ്കൃത വസ്തുക്കളെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇതിന് പറയുന്ന പേരാണ് ഇൻഡസ്ട്രി എന്ന്. ഓക്കെ, ഇനി കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ടിവിറ്റി ഫെസിലിറ്റേറ്റിംഗ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഗുഡ്സും സർവീസസും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊമേഴ്സ്. അപ്പോൾ ട്രേഡിംഗ് എന്താണ്, ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതാണ് ട്രേഡിംഗ്. ഓക്കെ, വെറും വിൽപ്പനയും അതുപോലെ സെല്ലിങ്ങും മാത്രമേ ട്രേഡിങ്ങിന് നടക്കുന്നുള്ളൂ. ട്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്, അതായത് ട്രേഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ ട്രേഡിങ്ങിൽ നമ്മൾ പറഞ്ഞു ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട് എന്ന്. ഈ സർവീസസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ്, പിന്നെ ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എന്താണ്, ഓക്സിലറീസ് ടു ട്രേഡ് ആണ്. അപ്പോൾ ഈ ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും കൂടി കൂടുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതിനെ കൊമേഴ്സ് എന്ന് പറയാം. സോ കൊമേഴ്സ് ഈക്വൽ ടു ട്രേഡ് പ്ലസ് ഓക്സിലറീസ് ടു ട്രേഡ്. കൊമേഴ്സിന് എന്തുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നുണ്ട്. ട്രേഡിൽ വെറും ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്, ഓക്സിലറീസിൽ സർവീസസിന്റെ സപ്പോർട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും കൂടി ചേരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, കൊമേഴ്സ് സംഭവിക്കുന്നു. സോ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമുക്ക് ബ്രോഡ്ലി എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻഡസ്ട്രി, കൊമേഴ്സ്, അതുപോലെ ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്കെ.